we were discussing some of the examples of law of conservation of angular momentum. So now let us consider another example, that is the shape of galaxy. So what is a galaxy? We know that a galaxy is a very large number of stars, and they are almost in number, some 10 raised to 12 in number, with huge amount of free gas. So the shape of galaxy resembles that of a convex lens, rather spherical. So ഒരു ഗാലക്സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഗാലക്സി ഈ പറഞ്ഞ കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പ് അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അക്കോർഡിംഗ് ടു ദി പ്രസൻറ്റ് വ്യൂസ്, galaxies are formed by gravitational condensation. Of very large quantities of gases. Okay. അപ്പോൾ ഇവിടെ ഗാലക്സി എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് സ്റ്റാർസും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫ്രീ ഗ്യാസും കൂടി ചേരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ തമ്മിൽ, ഗ്യാസ് മോളിക്യൂൾസ് അതുപോലെ തന്നെ സ്റ്റാർസ്, ഇതൊക്കെ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകൾ ദേ ആർ അട്രാക്റ്റീവ് ഫോഴ്സ്, ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ഗ്രാവിറ്റേഷണൽ കണ്ടൻസേഷൻ ഓർ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ, and due to this the galaxies are going to acquire a convex lens like shape. So ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നു. ആ ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷനാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ കൺസിഡർ എ വെരി ലാർജ് മാസ് ഓഫ് ഗ്യാസ് in spherical form with angular momentum some j. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് ഇൻ സ്പെറിക്കൽ ഫോമിൽ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഈ പറഞ്ഞ ഗ്യാസ് മോളിക്യൂൾസ്, സ്റ്റാർസ്, ഇതൊക്കെ ഒരു സ്പെറിക്കൽ ഫോമിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Okay, so we are assuming a system or a large mass of gas in spherical form. Okay, so let this angular momentum of this system be some j. Okay, now we know that ഇവിടെ എന്തുണ്ടാവും, ഗ്രാവിറ്റേഷണൽ കണ്ടൻസേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഈ ഗ്യാസ് എന്ത് ചെയ്യപ്പെടും, കോൺട്രാക്റ്റ് ചെയ്യപ്പെടും, due to the gravitational interaction between the particles of the gas. So here the gas, let me take it as a sphere here because it is in a spherical form. The gas or the sphere condense. So gas condense, if it is a sphere then we use the term contracts under gravitational attraction due to the gravitational interaction of particles. So gravitational interaction of particles. So here there is gravitational force. We already know that gravitational force is a central force. So for a central force the torque will be 0 and the angular momentum will be conserved. So here no external torque is acting on the system, that is torque is 0 because the force involved is the gravitational force. Therefore the total angular momentum
must be conserved. സോ ഹിയർ ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ടോർക്ക് 0 ആണ്. ആംഗുലാർ മൊമെൻറ്റം മസ്റ്റ് ബി കൺസേർവ്ഡ് ആണ്. സോ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞ എക്സാമ്പിളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു റേഡിയസ്, ആ റേഡിയസിൽ നിന്നും ഇത് എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റ് ചെയ്ത് മറ്റൊരു റേഡിയസിലേക്ക് മാറുന്നു. സപ്പോസ് ഇനീഷ്യലി ഈ സിസ്റ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R1 ആയിരുന്നു. അപ്പോഴുള്ള ഇതിൻ്റെ ലീനിയർ വെലോസിറ്റി നമ്മൾ അല്ലെങ്കിൽ V1 എന്ന് എടുക്കുന്നു. ദെൻ ഇതിൻ്റെ റേഡിയസ് R2 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു, വെലോസിറ്റി V2 ആയിട്ട് മാറുന്നു. മാസ് M ആണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം വെച്ച് mv1r1 ഈസ് ഈക്വൽ ടു mv2r2 ആയിരിക്കും. അതായത് v1r1 ഈസ് ഈക്വൽ ടു v2r2 ആയിരിക്കും. സോ സിൻസ് R2 ഈസ് ലെസ് ദാൻ R1, V2 വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ V1 ആയിരിക്കും. അതായത് ഒരു സ്പിയറിൻ്റെ റേഡിയസ് കുറയുന്നുണ്ട് എങ്കിൽ അവിടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ലീനിയർ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. Or we can say that if the radius is going to get decreased, then according to since the angular momentum is conserved, it demands that the kinetic energy should be increased. ഈ സിസ്റ്റത്തിൻ്റെ kinetic energy എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവണം. Because V2 should be greater than V1, the kinetic energy of the second case will be greater than that of the first case. So when the gas contracts, conservation of angular momentum requires an increase in kinetic energy. Conservation of angular momentum requires an increase in kinetic energy. So എവിടെ നിന്നാണ് ഈ kinetic energy വരുന്നത്? This kinetic energy is supplied by the gravitational potential energy of the gas itself. Gravitational potential energy of the gas itself. അതായത് the decrease in radius or the contraction takes place or cannot take place beyond a limit. ഒരു ലിമിറ്റിന്, ഒരു ബിലോ എ ലിമിറ്റ്, ഒരു ലിമിറ്റിന് താഴേക്ക് ഇതിൻ്റെ റേഡിയസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡിക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഇത് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇതിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സം Gm1m2 ഡിവൈഡഡ് ബൈ R² എന്ന രീതിയിലുള്ള ഫോഴ്സാണ്. സോ ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്രീസ് ഇൻ the radius or the decrease in the or the contraction of the sphere or the condensation of the gas molecules. So ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് ഇവിടെ കണ്ടൻസേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സ്പിയറിന് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് ഇതിന് ഒരു പരിധിയിൽ കൂടുതൽ ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഒപ്പോസ്ഡ് ബൈ ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. That is it can occur, that is the decrease can occur only up to where the gravitational force some Gmm divided by R² is equal to the centrifugal force. സോ ഇതിനെ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നൊരു പോയിൻ്റ് വരും. അതുവരെ മാത്രമേ ഇതിന് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതായത് വി നോ ദാറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ R ആണ്. ആൻഡ് വി നോ ദാറ്റ് ഹിയർ ആംഗുലാർ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് mvr വിൽ ബി എ കോൺസ്റ്റൻറ്റ്. mvr is a constant means v is equal to k divided by mr. Therefore this centrifugal force F is equal to m divided by r, v ക്ക് പകരം k by mr whole square എന്ന് കൊടുക്കുന്നു. And this will be k² divided by mr cube. So this is the centrifugal force. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Gm/r² ആണ്. ഇവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് k² ഡിവൈഡഡ് ബൈ mr ക്യൂബ് ആണ്. അതായത് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ സ്പെറിക്കൽ സിസ്റ്റത്തിൻ്റെ റേഡിയസ് കുറയും തോറും, റേഡിയസ് കുറഞ്ഞു വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ആസ് ആർ ഡിക്രീസസ്
this centrifugal force will increases because F is equal to K square by m r cube. That is, it is inversely proportional to r cube ആണ്. അതുകൊണ്ട് തന്നെ r കുറയുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. That is, the radius cannot be decreased below a limit because the centrifugal force will rapidly shoot up. So we can say that when the distance r decreases, centrifugal force increases rapidly. Centrifugal force increases rapidly and opposes the contraction. അതായത് ഒരു സൈഡിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറു സൈഡിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതിൻ്റെ കോൺട്രാക്ഷനെ ഒപ്പോസ് ചെയ്യും. സോ റേഡിയസ് ഒരു പരിധിയിൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് എക്സേർട്ട് ചെയ്യും. ബിക്കോസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഹാസ് ഇൻവേഴ്സ് റിലേഷൻ വിത്ത് ആർ ക്യൂബ്. അതുകൊണ്ട് തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുകയും ഒരു പരിധിയിൽ താഴേക്ക് ഇതിൻ്റെ റേഡിയസ് കുറയാത്ത ഒരു സ്ഥിതി വരും. നോ ബട്ട് the galaxies are able to contract in the direction parallel to the axis of rotation without changing angular momentum. അതായത് നമ്മളിങ്ങനെയാണ് സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുക. സ്പിയർ കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഒരു സ്പിയർ നമ്മൾ എടുക്കുന്നു, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക. അതായത് ഈ ആംഗുലാർ മൊമെൻറ്റത്തിന് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ സിസ്റ്റത്തിൽ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റത്തെ കൺസേർവ്ഡ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ ഇതിന് റേഡിയസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി പോസിബിളാണ്. അതായത് ഈ ആംഗുലാർ മൊമെൻറ്റം നമ്മൾ എടുക്കുന്ന ഡയറക്ഷന് പാരലായിട്ടുള്ള ഡയറക്ഷനിൽ ഇതിന് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിൽ റേഡിയലായിട്ടാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതായത് ആ ഡയറക്ഷനിൽ ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിയറിൻ്റെ ഈ ജെയ്ക്ക് പാരലായിട്ടുള്ള ഡയറക്ഷനിൽ ഇതിന് കോൺട്രാക്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിങ്ങനെ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ രണ്ട് ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നു. ഈ ഡയറക്ഷൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇൻ ദിസ് ഡയറക്ഷൻ ഇറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് ഇൻ ദിസ് ഡയറക്ഷൻ ഇറ്റ് കനോട്ട് കോൺട്രാക്ട്. അതായത് ഒരു സ്പിയറിന് ഈ ഡയറക്ഷനിൽ കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റുകയും ഈ ഡയറക്ഷനിൽ ഇതിന് കോൺട്രാക്ഷൻ പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇനീഷ്യലി ഇത്ര റേഡിയസ് ആണുള്ളതെങ്കിൽ ഈ ഡയറക്ഷനിൽ ആ റേഡിയസ് അതുപോലെ തന്നെ നിൽക്കും. അതേസമയം ഈ ഡയറക്ഷനിൽ ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. So it will assume a shape similar to some convex lens. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പിലേക്ക് ഇത് വരും. ഈ രീതിയിലുള്ള ഒരു ഷേപ്പിലേക്ക് ഇത് മാറും. അതായത് ഈ ഡയറക്ഷനിൽ ഇതിന് കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല, മറിച്ച് ഈ ഡയറക്ഷനിൽ ഇതിന് കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഡയറക്ഷനിലാണ് ജെ ഉള്ളത്. ജെയ്ക്ക് പാരലായിട്ടുള്ള ഡയറക്ഷനിൽ കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം മറ്റ് ഡയറക്ഷനിൽ ഇതിനെ കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പോസിബിൾ അല്ല. സോ ഈ സ്പിയർ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലേക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. സോ ഇറ്റ് വിൽ ട്രാൻസ്ഫോം ടു സം ഷേപ്പ് ലൈക്ക് ദിസ്. ഈ ഒരു ഷേപ്പിലേക്ക് മാറും. ബിക്കോസ് ഈ ഡയറക്ഷനിൽ ഇതിന് എന്ത് നടന്നിട്ടില്ല, കോൺട്രാക്ഷൻ നടന്നിട്ടില്ല. ആദ്യം ഇത്രയുണ്ടെങ്കിൽ ഫൈനലി അതും ഇത്ര തന്നെയുണ്ട്. പക്ഷേ ഈ ഡയറക്ഷനിൽ എന്ത് സംഭവിച്ചു, അതായത് ഈ പറഞ്ഞ ഡയറക്ഷനിൽ ഇതിന് കോൺട്രാക്ഷൻ സംഭവിച്ചു. സോ ഇറ്റ് വിൽ അസ്യൂം ദ ഷേപ്പ് ഓഫ് സം കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പിലേക്ക് ഇത് ചേഞ്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് അഗെയിൻ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, താങ്ക് യു.